മലയാള സിനിമയുടെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി. ഏത് കഥാപാത്രവും മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമാണ്. ദുഃഖവേഷങ്ങൾ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു നടൻ മലയാളത്തിൽ ഇല്ലെന്നു തന്നെ പറയാം. അതുമാത്രമല്ല, എല്ലാ വേഷങ്ങളും തന്മയത്വത്തോടെ മമ്മൂട്ടി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഏട്ടനായും അച്ഛനായും മകനായും പോലീസ് ഓഫീസറായും കാമുകനായും അധ്യാപകനായും എന്തിന് ഗുണ്ടയായി പോലും മമ്മൂട്ടി നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പരുക്കനായി പുറമേ തോന്നുമെങ്കിലും സഹപ്രവർത്തകരോട് വലിയ സ്നേഹവും അടുപ്പവും സൂക്ഷിക്കുന്നയാളാണ് മമ്മൂട്ടി. മാത്രമല്ല, വലിയ സഹായ മനസ്കതയും മമ്മൂട്ടിയുടെ മുതൽക്കൂട്ടാണ്. യുവതാരങ്ങൾക്കും യുവ സംവിധായകർക്കും മമ്മൂട്ടി നൽകുന്ന പിന്തുണ വലുതാണ്. മമ്മൂട്ടി ഡേറ്റ് നൽകിയതുകൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒട്ടേറെ സംവിധായകർ മലയാളത്തിലുണ്ട്. പലതരത്തിലുള്ള വിവാദങ്ങളും മമ്മൂട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ട്. അഭിനയ ശൈലിയുടെ പേരിലും നൃത്തമറിയാത്തതിന്റെ പേരിലും തമാശ വഴങ്ങാത്തതിന്റെ പേരിലും മമ്മൂട്ടി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തന്റെ കുറവുകളെപ്പറ്റി നല്ല ധാരണയും നർമ്മബോധത്തോടെ ആ കുറവുകൾ തുറന്നു പറയാനും തയ്യാറാണ് മമ്മൂട്ടി. സിനിമയിലെ തുടക്കകാലത്ത് തനിക്ക് സംഭവിച്ച പിഴവുകളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. 2010 പുറത്തിറങ്ങിയ വന്ദേമാതരം സിനിമയുമായി ബന്ധപ്പെട്ട് വൻ വിവാദമായിരുന്നു അരങ്ങേറിയത്. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് നിർമ്മാതാവ് മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശമാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും വലിയ വിവാദം. ടി അരവിന്ദൻ സംവിധാനം ചെയ്ത വന്ദേമാതരത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ സദേൺ ഡെപ്യൂട്ടി ഡയറക്ടറായ ഗോപി കൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരമായ അർജുൻ സർജയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി എത്തിയിരുന്നു. അൻവർ ഹുസൈൻ എന്ന പോലീസ് ഓഫീസറായാണ് താരമെത്തിയത്. സ്നേഹയായിരുന്നു മമ്മൂട്ടിയുടെ നായികയായത്. ശ്രദ്ധ ആര്യയായിരുന്നു അർജുന്റെ ജോഡിയായി എത്തിയത്. മലയാളത്തിലും തമിഴിലുമായൊരുക്കിയ സിനിമയായിരുന്നു ഇത്. നാസർ, ജഗദീഷ്, രാജൻ പി ദേവ് തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിനായി അണിനിരന്നിരുന്നു. തെലുങ്കിലേക്കും ഈ ചിത്രം മൊഴി മാറ്റിയിരുന്നു. സിനിമയുടെ ചിത്രീകരണം മുതൽ തന്നെ വിവാദങ്ങളും പുറത്തു വന്നിരുന്നു. വിയോജിപ്പുകളെക്കുറിച്ചും അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചുമൊക്കെ നിർമ്മാതാവ് തുറന്നു പറഞ്ഞിരുന്നു. കാർത്തിയായിരുന്നു തുടക്കത്തിൽ സംവിധായകനായി എത്തിയത്. എന്നാൽ നിർമ്മാതാവ് അദ്ദേഹത്തെ മാറ്റി നവാഗതനായ ടി അരവിന്ദനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ പിഴവ് കാരണം സിനിമയിലെ ആക്ഷൻ രംഗം പിൻവലിച്ചുവെന്നായിരുന്നു നിർമ്മാതാവ് ആരോപിച്ചത്. 20 ലക്ഷമായിരുന്നു ആ രംഗം ചിത്രീകരിക്കുന്നതിനായി ചെലവഴിച്ചത്. അഭിനേതാവെന്ന തരത്തിൽ ആ രംഗത്തോട് നീതി പുലർത്താൻ മെഗാസ്റ്റാറിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിലൂടെ വൻ നഷ്ടമാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 8 കോടി ബജറ്റിൽ സിനിമയെടുക്കാനായിരുന്നു തീരുമാനിച്ചത്. പ്രധാനപ്പെട്ട ആക്ഷൻ രംഗത്തിനായി 20 ലക്ഷം രൂപ ചെലവഴിച്ചെങ്കിലും മമ്മൂട്ടിയുടെ പ്രകടനത്തിൽ അതൃപ്തി വന്നതോടെ ആ രംഗം നീക്കം ചെയ്യേണ്ടി വരികയായിരുന്നുവെന്നാണ് പറഞ്ഞത്. മമ്മൂട്ടിക്കൊപ്പം ഇനി പ്രവർത്തിക്കില്ലെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ രംഗം കൂടുതൽ നന്നാക്കുന്നതിനായി താരത്തോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും ആവശ്യത്തെ നിരാകരിക്കുകയായിരുന്നു അദ്ദേഹമെന്നും നിർമ്മാതാവ് ആരോപിച്ചിരുന്നു. പ്രേക്ഷകർ എന്തായാലും തന്റെ സിനിമ കാണുമെന്ന് താരം പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഇത്രയും അരഗന്റായി ഒരു താരത്തോടൊപ്പം ഇനി പ്രവർത്തിക്കാനാകില്ലെന്നായിരുന്നു നിർമ്മാതാവ് പിന്നീട് അറിയിച്ചത്. ഈ സംഭവത്തിന് ശേഷം മമ്മൂട്ടി തമിഴിലധികം ശ്രദ്ധ നൽകിയിരുന്നില്ല. തമിഴകത്തുനിന്നും തേടിയെത്തുന്ന വേഷങ്ങളിൽ അദ്ദേഹം അധികം ശ്രദ്ധ കൊടുത്തില്ല. എന്നാൽ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം. റാം സംവിധാനം ചെയ്ത പേരൻപിലെ അമുതവനെ കണ്ടവരെല്ലാം അദ്ദേഹത്തിന്റെ അഭിനയ മികവിന് മുന്നിൽ ഞെട്ടിയിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.